ചർച്ചകൾക്കും അവസാനം ഒരു അയഞ്ഞു നിൽക്കുന്ന ഒരു കോൺഗ്രസ് നേതൃത്വത്തെയാണ് ഈ മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാ വീണ്ടും കെ സുധാകരനും അടൂർ പ്രകാശിനും സീറ്റ് നൽകുന്നത് പരിഗണനയിൽ എത്തിയിരിക്കുകയാണ്. തീർച്ചയായും KPCCയുടെ MP-മാർ മത്സരിക്കേണ്ട എന്ന നിർദ്ദേശം, ഒപ്പം ഹൈക്കമാൻഡിന്റെ അതിനുള്ളൊരു അംഗീകാരമുണ്ടായിരുന്നു. ഇതെല്ലാം കാറ്റിൽ പറക്കുകയാണ്. കെ സുധാകരൻ എന്ന കരുത്തന്റെ സമ്മർദ്ദത്തിന് മുന്നിൽ, ഒപ്പം അടൂർ പ്രകാശിന്റെ സമ്മർദ്ദത്തിന് മുന്നിൽ കണ്ണൂരിലേക്ക് കെ സുധാകരനും കോന്നിയിലേക്ക് അടൂർ പ്രകാശും ഇളവ് ലഭിച്ചിറങ്ങും. MP-മാർ മത്സരത്തിലേക്ക് ഇറങ്ങുമെന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത. ബൽറാം നെടുങ്ങാടി തുടരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, അങ്ങനെയെങ്കിൽ കണ്ണൂരിലും കോന്നിയിലും സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ച നിരവധി നേതാക്കളുണ്ട്. ഈ സ്ഥാനാർത്ഥിത്വവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വൈകുന്നതിൽ അങ്ങേയറ്റം നെഞ്ചിരിപ്പോടെ കാത്തിരുന്ന സ്ഥാനാർത്ഥികളാകുമെന്ന് പ്രതീക്ഷിച്ചവരുണ്ട്. ആർക്കൊക്കെയാണിപ്പോൾ മോഹഭംഗം ഉണ്ടാകാൻ പോകുന്നത്? സ്വാഭാവികമായും ഈ രണ്ട് വലിയ നേതാക്കൾ MP-മാർ MLA-മാരായി മത്സരിക്കാൻ വരുമ്പോൾ ആർക്കൊക്കെയായിരിക്കും മാറ്റമുണ്ടാകുക? ഏതൊക്കെ മണ്ഡലങ്ങളിലായിരിക്കും അതിന്റെ ഭാഗമായി മറ്റേതെങ്കിലും മണ്ഡലങ്ങളിൽ പേരുകളിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടോ? ഗോകുൽ, ഈ രണ്ടു പേരും നേരത്തെ മുതൽ തന്നെ മത്സരിക്കാൻ താല്പര്യം അറിയിച്ച ഘട്ടത്തിൽ തന്നെ ഈ തങ്ങൾക്ക് താല്പര്യമുള്ള സീറ്റുകളും അറിയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മുമ്പ് അവർ പ്രതിനിധീകരിച്ച മണ്ഡലങ്ങൾ ഇപ്പോൾ പാർട്ടി അതേസമയം നഷ്ടപ്പെട്ട രണ്ട് മണ്ഡലങ്ങളിലാണ് മത്സരിക്കാൻ താല്പര്യം അറിയിച്ചിരിക്കുന്നത്. കെ സുധാകരൻ കണ്ണൂർ മണ്ഡലത്തിൽ, ആ മണ്ഡലം നേരത്തെ സുധാകരൻ പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലമാണ്. പിന്നീട് അദ്ദേഹം മാറിയ ഘട്ടത്തിൽ കഴിഞ്ഞ രണ്ട് തവണയും അത് LDF വിജയിച്ച മണ്ഡലമാണ്. അവിടെ താൻ മത്സരിക്കുകയാണെങ്കിൽ അത് പിടിച്ചെടുക്കാൻ കഴിയും, പാർട്ടിക്ക് അത് ഗുണം ചെയ്യും എന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് പല പേരുകൾ, റിജിൽ മാങ്കുറ്റി അടക്കമുള്ള പേരുകൾ ഈ മണ്ഡലത്തിലേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നു. ഈ നിലവിലുള്ള സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു എങ്കിൽ പോലും നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കെ സുധാകരന് വഴങ്ങുന്ന രീതിയിലേക്ക് ഹൈക്കമാൻഡിന്റെ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. സമാനമായി തന്നെ അടൂർ പ്രകാശ് കോന്നി മണ്ഡലത്തിൽ, അദ്ദേഹം മുമ്പ് പ്രതിനിധീകരിച്ച മണ്ഡലത്തിലാണ് അദ്ദേഹം താല്പര്യം അറിയിച്ചിരിക്കുന്നത്. അവിടെ തന്നെ ആയിരിക്കും അദ്ദേഹം മത്സരിക്കുക നിലവിൽ. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ആവശ്യം ഹൈക്കമാൻഡ് അനുകൂലമായി ഹൈക്കമാൻഡ് നീങ്ങുന്നു എന്ന സൂചനകളാണ് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നത്. പത്തനംതിട്ടയിലെ 3 മണ്ഡലങ്ങളിലും ഇതുവരെ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല. അവിടങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ കോന്നിയിൽ അടൂർ പ്രകാശ് മത്സരിക്കുകയാണെങ്കിൽ മറ്റ് 2 മണ്ഡലങ്ങളിൽ കൂടി അതിൽ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകും എന്ന വിലയിരുത്തലും നേതാക്കൾക്കുണ്ട്. ഇത്തരത്തിൽ ചിന്തിച്ചത് കൊണ്ടുകൂടി തന്നെയാണ് ഇരു നേതാക്കളെയും മത്സരിപ്പിക്കാൻ ഒരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ മത്സരിക്കണം എന്ന അവരുടെ ആവശ്യം അംഗീകരിക്കാൻ എന്ന കാര്യം ഇപ്പോൾ ഹൈക്കമാൻഡ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇരുവരുമായും ആശയവിനിമയം നടത്തിയിരിക്കുന്നു. പലതവണ ഈ രണ്ട് നേതാക്കളുമായും സംസ്ഥാന നേതാക്കൾ ആശയവിനിമയം നടത്തിയതാണ്. അതിൻ്റെ തുടർച്ചയായാണ് ഒന്നാം ഘട്ട പട്ടിക പ്രഖ്യാപിക്കുന്നതിന് മുമ്പായി MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന തത്വം, അത് KPCCയുടെ നിലപാട്, അത് ഹൈക്കമാൻഡ് അംഗീകരിച്ചിരിക്കുന്നു എന്ന് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശമനുസരിച്ച് KPCC അധ്യക്ഷൻ ഇരു നേതാക്കളെയും അറിയിച്ചിരുന്നു. എങ്കിൽ പോലും വഴങ്ങാൻ ഈ നേതാക്കൾ തയ്യാറായില്ല. ഇരുവരും അക്കാര്യം ന്യായീകരിക്കുന്നത് അത് തങ്ങൾക്ക് MP സ്ഥാനം ഒഴിവാക്കി MLA ആകുന്നതിനല്ല, മറിച്ച് പാർട്ടി വിജയിക്കേണ്ടത് അനിവാര്യമാണ്. 2 തവണ ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്നു കേരളത്തിൽ തുടർച്ചയായി. ഇനിയൊരു ഭരണം പിടിച്ചെടുക്കേണ്ടതുണ്ട്. അതിന് ഓരോ മണ്ഡലവും വിലപ്പെട്ടതാണ്. തങ്ങൾ മത്സരിച്ചില്ല എങ്കിൽ പരാജയപ്പെട്ടേക്കാവുന്ന മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിലാണ് മത്സരിക്കാൻ മുന്നോട്ട് വരുന്നത്, അല്ലെങ്കിൽ താല്പര്യം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വ്യക്തിപരമായ നേട്ടത്തിനല്ല, മറിച്ച് പാർട്ടിയുടെ നേട്ടത്തിന് വേണ്ടിയാണ് തങ്ങൾ മത്സരിക്കുന്നത് എന്നാണ് ഇരു നേതാക്കളും ആശയവിനിമയം നടത്തിയിരിക്കുന്നത്. കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള ഒരു നേതാവാണ്. സംസ്ഥാനത്ത് കണ്ണൂർ രാഷ്ട്രീയത്തിൽ മാത്രമല്ല, സംസ്ഥാനത്തുടനീളം അദ്ദേഹത്തിന് അനുയായികളുണ്ട്. ഈ ഒരു കാര്യവും ഈ അദ്ദേഹത്തിന് അനുകൂലമായി ചിന്തിക്കാൻ ഹൈക്കമാൻഡ് ഇടയാക്കിയതിന് സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം മത്സരിക്കില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്ന ഒന്നാം ഘട്ട പട്ടിക പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹത്തിന് അനുകൂലമായി സമൂഹ മാധ്യമങ്ങളിലും ഒപ്പം തന്നെ പുറത്ത് പോസ്റ്ററുകളുടെ രൂപത്തിലും അനുയായികൾ രംഗത്ത് ഇറങ്ങിയിരുന്നു. ഈ കാര്യങ്ങൾ എല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് സംസ്ഥാനത്ത് UDF അനുകൂലമാകുന്ന, അല്ലെങ്കിൽ UDF പ്രതികൂലമായ
അപകടകരമാകുന്ന സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കി തെരഞ്ഞെടുപ്പിലേക്ക് എല്ലാവരും ഒറ്റക്കെട്ടോടെ മുന്നോട്ട് പോകണം എന്നൊരു നിർദ്ദേശമാണ് ഹൈക്കമാൻഡിനുള്ളത്. അതിന് ഈ രണ്ട് നേതാക്കളും മത്സരിക്കേണ്ടത് അനിവാര്യമാണെങ്കിൽ അതുൾപ്പെടെ അംഗീകരിക്കുക എന്ന ഒരു തത്വത്തിലേക്കാണ് ഇപ്പോൾ ചർച്ചകൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിൽ സുധാകരനുമായി നടത്തിയ ആശയവിനിമയം അത് കണ്ണൂരും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കീറാമുട്ടിയായിരുന്ന കോന്നിയും കണ്ണൂരും അനുനയത്തില് ഏറ്റവും ഒടുവിൽ ഇളവ് നൽകി. സകല മാനദണ്ഡങ്ങളും, അതായത് KPCCയുടെ മാനദണ്ഡവും ഹൈക്കമാൻഡിന്റെ കടുപിടുത്തവും ഒക്കെ സുധാകരന്റെയും അടൂർ പ്രകാശിന്റെ സമ്മർദ്ദത്തിന് മുന്നിൽ മുട്ടുമടക്കുകയാണ്. അങ്ങനെ നേതൃത്വം ഇളവ് നൽകി 2 എംപിമാരെ കളത്തിലേക്ക് ഇറക്കുകയുമാണ്. നേതാക്കളുടെ അത്തരത്തിലുള്ള പരസ്യ പ്രതികരണത്തിന് ശേഷം നേതൃത്വം അത്തരത്തിൽ ഈ 2 നേതാക്കൾക്കും വേണ്ടി വഴങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ മണിക്കൂറിൽ കണ്ടത്. തീർച്ചയായും 2 എംപിമാർ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇനി ആസന്നമാകുന്ന 2 ഉപതെരഞ്ഞെടുപ്പുകളായിരിക്കും ലോക്സഭയിലേക്ക്. അതിന് കൂടി ഉത്തരം പറയേണ്ടി വരും സ്വാഭാവികമായും ഇനി കോൺഗ്രസ് നേതൃത്വം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.